ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കാസർഗോഡ് അയില മഞ്ഞത്തണ്ണിയാണ്. അപ്പോൾ വേറെ ഫിഷ് വെച്ചും ഞങ്ങൾ ഇതുപോലെ ചെയ്യാറുണ്ട്. മത്തി, നെത്തോലി, മുള്ളൻ അതൊക്കെ വെച്ച് ഇതുപോലെ ചെയ്യാറുണ്ട്. അയല മഞ്ഞത്തണ്ണി ഉണ്ടാക്കാൻ വേണ്ടി മൺചട്ടിയിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു വലിയ പച്ചമുളക് ചെറുതാണെങ്കിൽ രണ്ടെണ്ണം ഇട്ട് കൊടുക്കാം. ഞാൻ ഒരെണ്ണം കീർന്നിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വലിയൊരു തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചതും 1 അല്ലി വെളുത്തുള്ളി ചതച്ചതും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുത്ത് കലക്കിയെടുക്കാം. അപ്പോൾ ചില ഭാഗത്തൊക്കെ നല്ലോണം ലൈറ്റായി വെള്ളം പോലെ ഉണ്ടാക്കും, ചില ഭാഗത്ത് കുറച്ച് കട്ടിയായി ഉണ്ടാക്കും. നല്ലോണം കട്ടി എന്തായാലും അല്ല. അപ്പോൾ ഇതിലേക്ക് 1.5 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പുളി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ ഇതാ കാണുന്നില്ല, ഇത്ര പുളി ഇട്ട് കൊടുക്കണം. ഇത് ഈ വെള്ളത്തിലൊന്ന് കലക്കി മൊത്തത്തിൽ തന്നെ ഞാൻ പുളിയോട് കൂടെ തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ കുതിർത്ത് പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് നല്ലോണം തിളച്ച് വരണം. അപ്പോൾ ഇതാ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ ഇങ്ങനെ തിളക്കാൻ വേണ്ടിയിട്ട് ഇത് വെക്കണം. കാസർഗോഡ് ഭാഷയാണെങ്കിൽ തിളച്ച് ഇതിൻ്റെ തുയ്പ്പൊക്കെ കെടണം. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. മീഡിയം സൈസിലുള്ള 4 അയില കട്ട് ചെയ്തതാണ്, അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി മീൻ ഇട്ടിട്ടും നല്ലോണം കുറച്ച് സമയം, ഒരു 5 മിനിറ്റൊക്കെ നല്ലോണം തിളച്ച് വരണം. അപ്പോൾ ഇതാ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ തന്നെ ഞാൻ കുറേ സമയം കാണിക്കുന്നുണ്ട്. നല്ലോണം ഇതുപോലെ തിളച്ച് കിട്ടുമ്പോഴാണ് നമ്മൾക്ക് അതിൻ്റെ ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നമ്മൾക്ക് നല്ലോണം ചോറൊക്കെ കഴിക്കാൻ തോന്നുന്നില്ലേ. അപ്പോൾ ഇനി ഇതിലേക്ക്, അപ്പോൾ ഇത് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഉള്ളിയൊക്കെ കായ്ച്ച് ചേർക്കാനുണ്ട്. ഇതിനു വേണ്ടി ചൂടായ പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 8 അല്ലി വെളുത്തുള്ളി ചതച്ചതും കുറച്ച് കറിവേപ്പില ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ വെളുത്തുള്ളിയുടെ കളറ് മാറുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം. നല്ല ഗോൾഡൻ കളറാവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ച മഞ്ഞത്തണ്ണിയിലേക്ക് ഇത് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഒരു രക്ഷയില്ല. ഇത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും ചോറ് കഴിക്കാൻ തോന്നില്ലേ. കാസർഗോഡ് ഭാഷയിൽ ചോദിക്കുകയാണെങ്കിൽ കാസർഗോഡ് മഞ്ഞത്തണ്ണി കൂട്ടിയിട്ടാണെങ്കിൽ എല്ലാവരും റെഡിയാക്കിക്കോളി. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.